എന്താണ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിൽ അവരുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ നിൽക്കാത്ത മനുഷ്യർക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഇവിടുത്തെ മൗലികാവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പൗരന്മാരെയും പൗരസമൂഹത്തെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ശ്രീ പ്രമോദ് പുഴങ്കര, എന്താണ് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റർമാരെ കാത്തിരിക്കുന്നത്? ദീർഘമായ കാരാഗൃഹവാസം തന്നെയാണോ? വാസ്തവത്തിൽ ഈ കേസിൽ NIA കോടതിയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കേസാക്കി ഇതിനെ മാറ്റുന്നത്, ഇതിൽ മനഃപൂർവ്വം ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു സെക്ഷൻ, ഈ ഒരു കാരണവശാലും ഇതിൽ ചേർക്കാൻ പാടില്ലാത്തൊരു സെക്ഷൻ ഇട്ടിട്ടാണ് ഇതിനെ അത്തരത്തിൽ തങ്ങൾക്ക് ഇതിൻ്റെ ജാമ്യം നൽകാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല, തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് ഒഴിയാകുന്ന തരത്തിലേക്ക് ഇത്തരമൊരു കേസിനെ മാറ്റുന്നത് ഇങ്ങനെയുള്ള സെക്ഷൻ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെ UAPAയുടെയൊക്കെ സെക്ഷൻസ് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്കറിയാം ഉമർ ഖാലിദിനെയൊക്കെ പോലുള്ള നിരവധി പേരാണ് ഇന്ത്യയിലെ തടവറകളിൽ ഈ BJP ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ തരത്തിൽ, മനുഷ്യാവകാശ വിരുദ്ധമായ തരത്തിൽ, ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത തരത്തിലുള്ള നിയമങ്ങളും വകുപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് ജാമ്യ നിഷേധം നടത്തി ജയിലുകളിൽ കിടക്കുന്നത്. ഒരു പക്ഷേ സുപ്രീം കോടതി വരെ പോയി നീണ്ട കാലത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം മാത്രം ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള കേസുകളെ മാറ്റുക എന്നുള്ളത് വളരെ കൃത്യമായ അജണ്ടയാണ്. ഇത് ഈ പറയുന്നത് പോലെ ഇത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഇവിടുത്തെ മൗലികാവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പൗരന്മാരെയും പൗരസമൂഹത്തെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ കേസ് ഇതിൽ വാസ്തവത്തിൽ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഈ നാട്ടിലെ, എന്താണ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിൽ അവരുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ നിൽക്കാത്ത മനുഷ്യർക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു തിരിച്ചറിവ് കേരളത്തിലുള്ള നമുക്ക് കൂടി ഉണ്ടാകേണ്ടതുണ്ട്. തങ്ങളുടെ കുഞ്ഞാടുകളെ സംഘപരിവാറിൻ്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കശാപ്പുശാലയിലേക്ക് തെളിച്ചു കൊണ്ടുപോയ ഇവിടുത്തെ കത്തോലിക്ക സഭയുടേതടക്കമുള്ള ഇടയന്മാർക്ക്, വ്യാജ ഇടയന്മാരെ കൂടിയാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ജനാധിപത്യപരമായ അടിത്തറ എത്രത്തോളം പൊളിറ്റിസൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു.